14കാരിയെ പീഡിപ്പിച്ച് കൊല ചെയ്തു നായിൻ്റെ മോൻ. ഇപ്പോഴത്തെ കാലഘട്ടം എങ്ങനെയാണ്? ചെക്കന്മാർക്കൊക്കെ എല്ലാവർക്കും ലവറാണ്, എല്ലാവർക്കും പിന്നെ ഇവരുമായിട്ടൊക്കെ ഇങ്ങനെ കളിക്കണം, ഇതൊക്കെ അവരുടെ ആവശ്യങ്ങൾ. ഇതിന് മുന്നേ വേറൊരുത്തൻ അപ്പോൾ ഒരു മാസമായിട്ടില്ല കോളേജിൻ്റെ മുകളിൽ കയറിയിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു. ആത്മഹത്യാ ഭീഷണി. എല്ലാവരും വന്നു, പോലീസൊക്കെ വന്നു. ഇവർ പറഞ്ഞു, മോനെ നീ ഇറങ്ങി, നമുക്ക് പരിഹരിക്കാം, പ്രശ്നം പരിഹരിക്കാം, എന്താ എൻ്റെ പ്രശ്നമൊക്കെ ചോദിച്ചു. ഇറങ്ങി വന്നു. ചോദിച്ചു നോക്കുമ്പോൾ എന്താ പ്രശ്നം? പെൺകുട്ടികൾ അടുത്തിരിക്കാൻ സമ്മതിക്കണില്ല, ഞങ്ങൾ സംസാരിക്കാൻ സമ്മതിക്കണില്ല. ഞങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ കോളേജ് അധികൃതർ പിന്നെ വീഡിയോ എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കംപ്ലൈൻറ്റ്. പിള്ളേർ പഴയ മരുന്നില്ല. ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര എല്ലാവർക്കും ഒരു ഇടതുണ വേണം, ഒക്കെ കളിച്ച് ചിരിച്ച് ഒക്കെ ചേലാക്കി കൊടുന്നു. ഒപ്പിരുത്തിയും പല നിലക്കും ചേലാക്കി കൊടുന്നു. അങ്ങനെ ഇവർ 14 വയസ്സായ ഈ പെൺകുട്ടിക്ക് ഇവരോട് സ്നേഹമുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവൻ അങ്ങോട്ട് ഭയങ്കര ലവറാണ്, ഭയങ്കരമാണ്. കൊന്നു കളഞ്ഞു പഹയൻ. അതെങ്ങനെയൊക്കെ വളരെ മൃഗീയമായിട്ട്. ഏതായാലും വീട്ടിലൊരു വരുമാനമായി. ശമ്പളം മാസം കിട്ടും. മാതാപിതാക്കൾക്ക് കഴിഞ്ഞാൽ അത്തരം അങ്ങോട്ട് ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മകൻ ജയിലിൽ പോയി അരച്ചിക്കണ്ട. അതൊക്കെ പഴയ കാലത്തായിരുന്നു. പക്ഷേ ജീവിതം പോയിട്ടില്ല. ഒരു മാസത്തിൽ 10-18 റുപ്യൊക്കെ അവന് ശമ്പളം കിട്ടും. പകുതി പൈസ മാസം വീട്ടിലേക്ക് വരും. അതൊക്കെ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വീട്ടുകാരിൽ നിന്ന് ഇവനെ ഒരു വക്കീലിനെ വെച്ചുകൊണ്ട് കേസ് നടത്തിക്കൊണ്ടൊന്നും ഇവനെ രക്ഷപ്പെടുത്താൻ നോക്കരുത്. മാക്സിമം ശിക്ഷ വാങ്ങിക്കൊടുക്കുക, ജയിലിൽ നിന്നോട്ടെ. നാട്ടിൽ ഇറങ്ങിയാൽ ഇനിയും ഇതുപോലുള്ള പല പീഡനങ്ങളും ചെയ്യും. ഇവരൊന്നും നമ്പാൻ വയ്യ. അതുകൊണ്ട് നിങ്ങൾക്കൊരു വരുമാനമായിട്ട് ചെറുപ്പത്തിലെ ഇവരെക്കൊണ്ട് നിങ്ങൾക്കൊരു വരുമാനം കിട്ടാൻ പോവാണ്. നല്ല തീരുമാനമാണ് നമ്മുടെ പിണറായി ഗവൺമെൻറ് എടുത്തത്. സംഭവം സൂപ്പറായിട്ടുണ്ട്.